പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡാൽഡയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. നെയ്യും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല, ഡാൽഡയാണ്. അപ്പോൾ ആ ഡാൽഡയിലേക്ക് മസാലയൊക്കെ ആദ്യം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ശരിക്കും മൂത്ത ഡാൽഡയിലേക്ക് മസാലയൊക്കെ ഇട്ട് ഏതാണ്ട് ഇപ്പോൾ മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ കൂടിയതാണ്. ഇതൊക്കെ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് മസാലകളും ഇതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസാണ് ഏറ്റവും കൂടുതൽ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. ആ സവാളയും എടുത്തോട്ടോ, അത് കുറച്ച് സർലാസനം വെച്ചേരാം കേട്ടോ കേട്ടോ. ഇത് ഏകദേശം ഒരു ചുവപ്പ് നിറം, ഫുള്ളായിട്ട് ചുവപ്പ് നിറമൊന്നും ആവണമെന്നില്ല. ഏതാണ്ട് ഒരു 3/4 കിലോ സവാളയോളം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ പരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. സാലഡിന് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു. ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിഴലടിക്കുന്നു. അര കിലോ ബിരിയാണി അരിക്കുള്ള വെജിറ്റബിൾ ബിരിയാണിക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡാൽഡ ഏറ്റവും ചെറിയ പാക്കറ്റ് മേടിച്ചിരുന്നു. ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ നിഴൽ അതിലേക്ക് വരും. ഞാനിത് കൂട്ടി ഇളക്കണതൊക്കെ ശരിക്കും ഇളക്കി കൊടുക്കുന്നത് ഈ ഫോണിൽ നോക്കിക്കൊണ്ടാണ്. ഫോണിലാണ് വീഡിയോ കൊടുക്കുന്നത്. ചെറുതായിട്ട് ഒന്ന് ഇതാവുന്നുണ്ട്. അപ്പോൾ സവാള ഒരുവിധം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കിട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഉള്ളി ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഉള്ളിക്ക് ചുവന്ന നിറം വരുമ്പോഴൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ആ ഉള്ളി ശരിക്കും ഒന്ന് ഒരു ഹാഫ് ബോയിൽ അയച്ചാൽ മതി ശരിക്കും. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് ശരിക്കും വെന്ത് കിട്ടാറുണ്ട്. കാരണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് ബോയിൽഡ് രീതിയിൽ ബോയിൽ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും ഫോണിൻ്റെ ഒരു
ഇതിലും കൂടെ അടുപ്പിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ ക്ലിയർ ആയിരിക്കില്ല. അവരിലേക്ക് കനം കുറവായതുകൊണ്ട് ശരിക്കും പിടക്കുണ്ട്. ഇപ്പം ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ഹാഫ് ബോയിൽ രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസാണെങ്കിൽ ലോകത്തില്ലാത്ത വില കേട്ടോ. കിലോ 170 രൂപയാണെന്ന് പറഞ്ഞു ഈ സമയത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിൽ കൂടെ പോയിട്ടാണ്. ശരിക്കും ഈ വില കൂടാനും പറഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം നമ്മളെക്കാളൊക്കെ വരണ്ട് ഉണങ്ങി വാടിക്കരിഞ്ഞാണ് തമിഴ്നാട് ശരിക്കും നിൽക്കുന്നത്. ഈ പ്രാവശ്യം വേനൽ മഴയൊന്നും കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അത് ഓൾ ഇന്ത്യ ലെവലിൽ അതാണ് അവസ്ഥ. എല്ലായിടത്തും 40 മുകളിലൊക്കെ ചൂടൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലെ അവസ്ഥ അതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. കൺസ്യൂമർ സ്റ്റേറ്റിൻ്റെ രീതിയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെയാണ് മാത്രം. പാകമായിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ബീൻസ്, പച്ചമുളക് അരിഞ്ഞത്, ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടെ ഉള്ളൊരു മിശ്രിതമാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. നമുക്ക് ഇപ്പോൾ സിമ്മിലാണ് തീ കിടക്കുന്നത്. അപ്പോൾ ആ തീ ഒന്ന് ശരിക്കും കൂട്ടി വയ്ക്കാം. ഉള്ളായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒച്ചയൊക്കെ കേട്ടില്ല. ഒരു 15 മിനിറ്റ് എടുത്ത പണിയുണ്ട്. അതൊന്ന് വാടി വന്നുവെച്ചാൽ മതി. ഒരു ഹാഫ് ബോയിൽ അയച്ചാൽ മതി. മിക്കവാറും ഇതൊക്കെ വൈറ്റമിൻ സിയുടെ ഒരു സാന്നിധ്യമുള്ള സാധനങ്ങളും കൂടി ആയതുകൊണ്ട്, ബീൻസും അതുപോലെ ക്യാരറ്റൊക്കെ വൈറ്റമിൻ സിയുടെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് വൈറ്റമിൻ സി ഒക്കെ കൂടുതൽ പോവാത്ത രീതിയിൽ, നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇത്രയും നമ്മൾ ചേർക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിക്കാനൊരു വൈപ്പൊക്കെയുള്ള. ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും മസാലകൾ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് തക്കാളി മാത്രമാണ്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും തക്കാളി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ നെയ്യ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ വനസ്പതിയാണ് ഉപയോഗിച്ചിരുന്നത്, ഡാൽഡ. ഡാൽഡയുടെ ഏറ്റവും ചെറിയ പാക്കറ്റ്. പരമാവധി ആ ഒരു എണ്ണയുടെ അംശം ഒരുപാട് വേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ നെയ്യിലേക്കും കൂടെ പോകാത്തത്. ഇത് ശരിക്കും നെയ്യിലാണ് ചെയ്യേണ്ടത്, അറിയാൻ പാടില്ലാണ്ടല്ല. ചൂട് കൂടുതലായിട്ടുള്ള ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് ചൂട് അനുസരിച്ച് കുറച്ച്. ഏകദേശം ഹാഫ് ബോയിലായി. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ശരിക്കും വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോഴത്തേക്കും ഏകദേശം അതൊക്കെ അത്രയും ഒരു ഇതാഴ്ച മതി. നമ്മൾ മസാലകളൊന്നും കാര്യമായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള മസാലകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി കൂടെ ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഉപ്പ്
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ അതിലേക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതായത് ഈ വെജിറ്റബിൾസിന് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. റൈസിന് വേണ്ട ഉപ്പ് റൈസും കൂടെ ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് ആഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 1-1.25 സ്പൂൺ ഉപ്പോളം റൈസിന് വേണ്ടി വരും. ഇതൊന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇടാം. അപ്പോൾ നമ്മൾ തക്കാളികൾ ചേർത്തായിരുന്നു. അപ്പോൾ ഏകദേശം അതൊരു ഒരുവിധം നന്നായിട്ട് ഹാഫ് ബോയിൽ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കൂടുതൽ നമ്മൾ ഇത് ചെയ്യിക്കാറില്ല. ശരിക്കും ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും ഒരു വെജിറ്റബിൾ പുലാവ് എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. 1/2 കിലോ റൈസേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ റൈസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ വലിയ അരിയാണ് ഇതിന് ഉപയോഗിച്ചത്, നീളം കൂടിയ അരിയാണ്. നമ്മൾ വീട്ടിലധികം ഉപയോഗിക്കുമ്പോൾ അതാണ് നല്ലത്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിലുണ്ടാകുന്ന അരി കൂടെ ഒരു റൈസ് കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അങ്ങനെ റൈസായ റെഡി ആയിക്കൊണ്ടാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി. നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ഒരു നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ഒരു പീസ് വേറെ കൂടെ ചേർക്കാമായിരുന്നു നമുക്ക്. അതുപോലെ സാധാരണ മുന്തിരിക്കാപ്പഴം, അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ്. നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു ബിരിയാണി ശരിക്കും ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പുലാവെന്നാണ് ശരിക്കും പറയാൻ പറ്റുള്ളൂ. വെജിറ്റബിൾ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ കുറച്ച് നമ്മുടെ മസാലയുടെ ആഡ് ചെയ്താലേ ബിരിയാണിയുടെ ഒരു രീതി വരുള്ളൂ. വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് എടുത്ത് കഴിച്ചു നോക്കാം. ഇനി എങ്ങനെ ഉണ്ടെന്ന് നമുക്കതൊന്നും അറിയണല്ലോ. ഇത് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സലാഡായി. സ്വല്പം ഉപ്പിടുക. അങ്ങനെ സ്വല്പം സവാള അരിഞ്ഞ്, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു ആവശ്യത്തിന് മാത്രം ഉപ്പ്. അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി റെഡി ടു യൂസ്. വളരെ ചെറിയ രീതിയിലാണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല പിടുത്തം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.